നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓവനൊന്നും ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. കേക്കിന് വേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ക്ലീൻ ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുവാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുമാത്രമല്ല, കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരാൻ വേണ്ടി കൂടിയാണ് ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ മുട്ടയുടെ മഞ്ഞ നിറമെല്ലാം മാറി ഒരു ക്രീം കളർ വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേക്കിൽ മുട്ടയുടെ സ്മെൽ ഉണ്ടാവില്ല. പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലോ സ്പീഡിലിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ വേണം ഇത് പൊടികൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക. ആ രീതിയിൽ ഒരുപാട് മിക്സ് ചെയ്യാതെ, ഓവർ മിക്സ് ചെയ്യാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കേക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഈ ബാറ്റർ ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു സ്ക്യൂർ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പെട്ടെന്ന് പോയി കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓവൻ സെറ്റപ്പ് എല്ലാം റെഡിയാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇത് 10 മിനിറ്റ് മുമ്പ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. മൂടി വെച്ച ശേഷം ഒരു വെയിറ്റിന് മേലെ വെച്ച് കൊടുക്കാം. മൂടിയിലുള്ള ഈ ദ്വാരവും നമുക്ക് അടച്ചു കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ 40 മുതൽ 50 മിനിറ്റ് വരെ സമയമെടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. അത് ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. സ്ക്യൂർ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിനി പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് ചെറുതായി ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് പൂർണ്ണമായും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബട്ടർ പേപ്പർ എല്ലാം എടുത്ത് മാറ്റാം.
നമ്മുടെ സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് ചൂടാറട്ടെ. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ബീറ്ററിൻ്റെ ബ്ലേഡും പാത്രവും ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കാം. നല്ല സ്റ്റിഫായി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഐസിങ് ചെയ്യുന്നത് വരെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട്. ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം മാറ്റുന്നത്. ഇതിനി 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. കേക്ക് 3 ലെയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ബോളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം നന്നായി തണുപ്പിച്ചെടുത്താണ് ഷുഗർ സിറപ്പ്. ഇനി ഇതിന് മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഐസിങ് നൈഫ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യാം. ക്രീം അപ്ലൈ ചെയ്യാം. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ 3 ലെയറും ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി കേക്കിൻ്റെ മേലെ ഇതുപോലെ നോസിൽ ഉപയോഗിച്ച് ചെറിയ ചെറിയ പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. സെയിം നോസിൽ വെച്ച് അതിന് താഴെ ഒരു ബോർഡറും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.